ഞാൻ ഈ സംവാദം ടി.ജി. മോഹൻദാസിൽ നിന്ന് തുടങ്ങുകയാണ്. ടി.ജി. 1971 പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയ്ക്കെതിരെ റായ്ബറേലിയിൽ മത്സരിച്ച രാജ് നാരായൺ ഇന്ത്യയുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പൊതു സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തെന്ന ആരോപണവുമായി അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിലേക്ക് എത്തിച്ച സംഭവങ്ങളുടെ തുടക്കം. ഇന്ദിര 6 വർഷത്തേക്ക് പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്നായിരുന്നു കോടതിയുടെ വിധി. ഇതിനെതിരെ ഇന്ദിര അപ്പീൽ നൽകി. പ്രധാനമന്ത്രിയായി ഇന്ദിരയ്ക്ക് തൽക്കാലം തുടരാമെന്ന സുപ്രീം കോടതിയുടെ ഇടക്കാല വിധിയുണ്ടായതോടെ രാജ്യമാകമാനം പ്രതിഷേധമാളിക്കത്തി. ഇത് അടിച്ചമർത്താൻ അധികാരപ്രമത്തത ബാധിച്ച ഇന്ദിര കണ്ട പോംവഴിയായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. തുടർന്ന് പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടു. ഇന്ദിരയ്ക്കെതിരെ ശബ്ദിച്ചവരെല്ലാം തുറങ്കിലടക്കപ്പെട്ടു. മാധ്യമങ്ങളുടെ വാമൂടി. ജനാധിപത്യ പുനഃസ്ഥാപന പോരാട്ടങ്ങൾക്കൊടുവിൽ 1977 മാർച്ച് 21 അടിയന്തരാവസ്ഥ പിൻവലിച്ചു. തുടർന്ന് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിര അധികാരഭ്രഷ്ടയാക്കപ്പെടുകയും രാജ്യത്ത് ആദ്യമായി കോൺഗ്രസ് ഇതര സർക്കാർ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. അടിയന്തരാവസ്ഥയുടെ ഒരു സംക്ഷിപ്ത ചരിത്രമാണ് ഇത്. ഭാരതത്തിൻ്റെ ഉരുക്കു വനിത, രാജ്യത്തെ ഏക വനിതാ പ്രധാനമന്ത്രി, ഭാരതം എന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കറുത്ത അധ്യായം എഴുതി ചേർത്തതും ഇതേ നാമധേയത്തിലാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ ഭരണഘടന കയ്യിലേന്തി പാർലമെൻറ്റിൻ്റെ അകത്തളങ്ങളിൽ എത്തിയവരല്ലേ രാജ്യചരിത്രത്തിൽ ഭരണഘടനയെ ഏറ്റവും അധികം നിന്ദിച്ചതും ജനാധിപത്യ മൂല്യങ്ങൾ തച്ചുടച്ചതും. അടിയന്തരാവസ്ഥയുടെ 50ാം ആണ്ടിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭരണഘടനാ സ്നേഹം കപടമാണെന്നല്ലേ ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ടത്, പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ? അനിൽ നമ്പ്യാർ, ഈ ജനാധിപത്യത്തിൻ്റെ അർത്ഥം ഓരോരുത്തർക്ക് ഓരോന്നാണ്. അതാണ് ഇതിൻ്റെ തമാശ. ഇന്ദിരാഗാന്ധിയുടെ അലഹാബാദ് ഹൈക്കോടതി വിധി വന്നപ്പോൾ അത് സ്റ്റേ ചെയ്ത ആളിനെ ജനാധിപത്യത്തിൻ്റെ കാവൽ ഭടൻ എന്നും നടക്കുന്ന ജനാധിപത്യം വാക്കിംഗ് ഡെമോക്രസി എന്നും നമ്മൾ കൊണ്ടാടി ഒരു 90 വയസ്സ് വരെ. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ. ഒരിക്കൽ പോലും ആ വിധിയുടെ പേരിൽ ആരും അദ്ദേഹത്തെ വിമർശിച്ച് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ജനാധിപത്യത്തിൻ്റെ പ്രകാശഗോപുരമായിരുന്നു എന്ന് എല്ലാവരും ഇന്നും വിശ്വസിക്കുന്നു. അന്ന് സുപ്രീം കോടതിയിൽ സിംഗിൾ ബെഞ്ചുണ്ട്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ സിംഗിൾ ബെഞ്ചില്ല, എല്ലാം ഡിവിഷൻ ബെഞ്ചാണ്. വി.ആർ. കൃഷ്ണയ്യരുടെ സിംഗിൾ ബെഞ്ചിലാണ് ഈ അപ്പീൽ പോകുന്നത്. വി.ആർ. കൃഷ്ണയ്യർ അലഹാബാദ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തു. ഇന്ദിരാഗാന്ധിയെ തുടരാൻ അനുവദിച്ചു. ഒരു കണ്ടീഷൻ മാത്രം, എന്തോ മഹാകാര്യം പോലെ, ഇന്ദിര ലോക്സഭയിൽ വോട്ട് ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അതുമാത്രമല്ല, അന്ന് ഫോട്ടോ കോപ്പി എന്നുള്ള ഏർപ്പാടില്ല. സൈക്ലോ സ്റ്റൈലിംഗ് ആണ്. ഒരു മെഷീനിൽ വെച്ച് കറക്കുന്ന, ഈ പാനലിലിരിക്കുന്ന പലരും അത് കണ്ടു കാണും. സൈക്ലോ സ്റ്റൈൽ, ഈ വിധി സൈക്ലോ സ്റ്റൈൽ ചെയ്ത് 100ഓളം കോപ്പികൾ പല പത്രം ഓഫീസുകളിൽ വി.ആർ. കൃഷ്ണയ്യർ എത്തിക്കാൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ഇതപര്യന്തം അതിനുശേഷമോ അതിനു മുമ്പോ ഒരു സുപ്രീം കോടതി ജഡ്ജി തൻ്റെ വിധിയുടെ കോപ്പി എടുത്ത് പത്രങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഉള്ള ഏർപ്പാടൊന്നും ചെയ്തിട്ടില്ല. രജിസ്ട്രിയിൽ നിന്ന് കോപ്പി എടുക്കുക, പത്രങ്ങൾ അവരവരുടെ പ്രസിദ്ധീകരണം നടത്തുക, ഇതൊക്കെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത ആൾ നമുക്ക് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിലെ വലിയ വിഗ്രഹമായിട്ട് ജീവിതാവസാനം വരെയും അത് കഴിഞ്ഞും ഒക്കെ തുടരുന്നു. അപ്പോൾ ജനാധിപത്യത്തിന് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം അങ്ങനെയായിരുന്നു. ജനാധിപത്യം വേറെ കുറച്ച് പേർക്ക് ബഹളം വയ്ക്കാനോ കച്ചറ ഉണ്ടാക്കാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണ്. മറ്റു ചിലർക്ക് അച്ചടക്കത്തോടെ രാജ്യസ്നേഹത്തോടെ പ്രവർത്തിക്കാനുള്ള അനുവാദമാണ്. വേറെ ചിലർക്ക് നരേന്ദ്രമോദി ഭരിക്കാതിരിക്കുക എന്നുള്ള അവസ്ഥയാണ് ജനാധിപത്യം. വേറെ ആര് ഭരിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും ഒരു കുഴപ്പവുമില്ല. നാട് മുഴുവൻ തീപിടിച്ചാലും കുഴപ്പമില്ല.
നരേന്ദ്രമോദി താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ജനാധിപത്യം വന്നു. ഇങ്ങനെയും അർത്ഥം കൊടുക്കുന്നവരുണ്ട്. ഇതിൽ നിന്ന് ഏതർത്ഥമാണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മളൊക്കെ പൊതുവായി മനസ്സിലാക്കുന്ന ഒരു ജനാധിപത്യമുണ്ട്. അതിന് വിരുദ്ധമായിരുന്നു അടിയന്തരാവസ്ഥ. എന്നാൽ ആ പ്രൊവിഷൻ ഭരണഘടനയിലില്ലേ? ഉണ്ട്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 വെച്ചിട്ടാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അത് ഭരണഘടനാ ലംഘനം എന്ന് പറയാൻ പറ്റില്ല. സാങ്കേതികമായിട്ട് ഭരണഘടനയ്ക്കുള്ളിൽ തന്നെയുള്ള വകുപ്പാണ് ഉപയോഗിച്ചത്. ആ വകുപ്പ് അതിനുശേഷം വന്ന ജനതാ സർക്കാർ എടുത്തു കളഞ്ഞില്ല ഭരണഘടനയിൽ നിന്ന്. അതിനുശേഷം എത്രയോ സർക്കാരുകൾ വന്നു. വലിയ ഭൂരിപക്ഷത്തോടെ രാജീവ് ഗാന്ധി വന്നു. ആരും ആ വകുപ്പ് എടുത്ത് കളഞ്ഞിട്ടില്ല. ഇപ്പം നരേന്ദ്രമോദി എടുത്ത് കളഞ്ഞിട്ടില്ല. കാരണം രാജ്യത്തെല്ലാവർക്കും ഒരു കാര്യം അറിയാം, ഇങ്ങനൊരു എമർജൻസി പ്രൊവിഷൻ്റെ ആവശ്യമുണ്ട്. അത് യുദ്ധകാലത്താണ്. യുദ്ധകാലത്ത് ഒരു ആഭ്യന്തര കുഴപ്പവും കൂടെ പൊട്ടിപ്പുറപ്പെട്ടാൽ ആ ഗവൺമെൻറ്റിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, രാഷ്ട്രത്തിന് തന്നെ ദോഷമാകും. അതുകൊണ്ട് ഓവർ റൈഡിങ് പവേഴ്സ് കേന്ദ്രത്തിന് ആ സമയത്ത് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ വകുപ്പ് കളയാതെ വെച്ചത്. ഇപ്പം ഇങ്ങനെ ചില അപകടം പിടിച്ച വകുപ്പുകൾ, ഇപ്പോൾ ആർട്ടിക്കിൾ 356 സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്ന വകുപ്പ്, ഒരുപാട് പേര് ആ വകുപ്പിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ വകുപ്പ് ആരും തന്നെ ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയാൻ മുതിർന്നിട്ടില്ല. ഭൂരിപക്ഷം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, ഭൂരിപക്ഷം സംഘടിപ്പിക്കാം എന്നുള്ളപ്പോൾ പോലും ആരും ആ വകുപ്പ് എടുത്ത് കളഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. ഈ വകുപ്പ് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധിയുടെ മേലുള്ള ആരോപണം. അവരിത് ചെയ്യാൻ കാരണം ഗുജറാത്തിലെ വിദ്യാർത്ഥികളുടെ സമരം അനിയന്ത്രിതമായി. ബീഹാറിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ അഴിമതിക്കെതിരെ നടന്ന സമരം, പലരും വിചാരിക്കും അണ്ണാ ഹസാരെയുടെ അഴിമതിക്കെതിരെ നടത്തിയ ഡൽഹിയിലെ സമരമാണ് ഏറ്റവും വലുതെന്ന്. പബ്ലിക് മെമ്മറി ഈസ് വെരി ഷോർട്ട്. അതിൻ്റെയൊക്കെ ഒരു 50 ഇരട്ടി വലിയ സമരമാണ് ജയപ്രകാശ് നാരായണൻ അന്ന് ബീഹാറിൽ നടത്തിയത്. ഇത് രണ്ടും കൂടെ ആയപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് ശ്വാസം മുട്ടലുണ്ടായത്. അതിൻ്റെ കൂടെ ഈ വിധിയും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ നിന്ന് തിരിയാൻ പറ്റാത്ത വിധം ഇന്ദിര നിസ്സഹായയായിപ്പോയി. അപ്പോഴും ഇന്ദിരയ്ക്ക് ഭൂരിപക്ഷമൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യാമായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഷഹീൻ ബാഗിൽ ഒരു വർഷത്തോളം റോഡ് ബ്ലോക്ക് ചെയ്ത് ആൾക്കാരുടെ സമരം നടന്നു. കർഷക സമരം ഏകദേശം 1.25 വർഷം റോഡ് ബ്ലോക്ക് ചെയ്ത് നടന്നു. എന്നിട്ടും നരേന്ദ്രമോദി അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിച്ചില്ല. ആ കാർഷിക ബില്ലുകൾ പിൻവലിക്കേണ്ടി വന്നു. അപ്പോഴും അടിയന്തരാവസ്ഥയിലേക്ക് പോയില്ല. ഷഹീൻ ബാഗിൻ്റെ സമരം ഡൽഹി കലാപം എന്ന വലിയ പ്രശ്നത്തിൽ പോയി കലാശിച്ചു. എന്നിട്ടും അടിയന്തരാവസ്ഥ ഉണ്ടായില്ല. അപ്പോൾ അടിയന്തരാവസ്ഥ ഇല്ലാതെയും ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം എന്ന് കാണിച്ചു തന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. പക്ഷേ നിർഭാഗ്യവശാൽ കുറേ പേർക്ക് തോന്നുന്നു ഈ മനുഷ്യനാണ് ജനാധിപത്യത്തിൻ്റെ മുഴുവൻ കുഴപ്പത്തിനും കാരണം. ഇദ്ദേഹത്തെ താഴെ ഇറക്കി വേറെ ആരെങ്കിലും, ഇനി BJP തന്നെയാണെങ്കിൽ വേറെ ആരെങ്കിലും വന്നാൽ കുഴപ്പമില്ല, ഈ മനുഷ്യൻ ഇങ്ങനെ ഭരണഘടനയ്ക്ക് ഭീഷണിയാണ് എന്നുള്ള കൊച്ചു പിള്ളേരുടെ ഒരു പിടിവാശിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥയെ പറ്റി ഓർമ്മിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഈ പാനലിസ്റ്റുകളിൽ വലിയ സന്തോഷം തോന്നിയത് ബോൾഡായിട്ട് CPIയുടെ പ്രതിനിധി വന്നു, അതും രാജാജി മാത്യു തോമസ് വന്നു. വളരെ നല്ല കാര്യമാണ്. കാരണം അന്ന് കോൺഗ്രസ്സിനോട് ഒട്ടി നിന്ന് CPI വലിയ പാതകത്തിന് കൂട്ടുനിന്നു, പ്രത്യേകിച്ചും കേരളത്തിൽ C. അച്യുതമേനോൻ. അതിനുശേഷം അവരുടെ ഭട്ടിണ്ട കോൺഗ്രസ്സിൽ വലിയ ആഭ്യന്തര കലഹം തന്നെ ഉണ്ടായി. 3 ചേരിയായിട്ട് തിരിഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് തെറ്റായിപ്പോയി എന്നൊരു വിഭാഗം, അത് മാത്രമേ തെറ്റുള്ളൂ, ബാക്കി കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നതിൽ തെറ്റില്ല എന്നൊരു വിഭാഗം, മൊത്തം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു. 3ാമത്തെ വിഭാഗം രാജേശ്വർ റാവു വിഭാഗം, S.A. ഡാംഗെ വിഭാഗം, നമ്മളുടെ ഗീതാ മുഖർജിയുടെ ഭർത്താവ് വിശ്വജിത് മുഖർജി, അദ്ദേഹത്തിൻ്റെ നേരിലുള്ള പരിഷ്കരണ പ്രസ്ഥാനം, ഇങ്ങനെ CPI ആടിയൊലഞ്ഞു ഒരു കണക്കിന്. പിന്നീടാണ് അവർ വീണ്ടും CPM-ആയിട്ട് അടുക്കുന്നത്. CPM-ൻ്റെ കഥയും വ്യത്യസ്തമായിരുന്നില്ല. കാരണം CPM-ന് ഒന്നുകിൽ കോൺഗ്രസ്സിനോട് ചേരാം, അല്ലെങ്കിൽ ജനതാ പാർട്ടിയുമായിട്ട് ചേരാം. ഇത് രണ്ടിലും CPM-ന് ഇഷ്ടപ്പെടാത്ത എലമെൻസ് ഉണ്ട് താനും. അതുകൊണ്ട് സെലക്റ്റീവായിട്ട് പലരെ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ CPM തീരുമാനിച്ചു. എങ്ങും എത്താത്തൊരു തീരുമാനമായിരുന്നു. അപ്പോൾ അതിൻ്റെ അന്തരീക്ഷത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് അടിയന്തരാവസ്ഥയെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിലൊരു സർക്കാരിനെ വരെ നയിച്ച CPIയുടെ പ്രതിനിധി ബോൾഡായിട്ട് ഈ ചർച്ചയിൽ വന്നതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു.
ഞാൻ അതിശയത്തോടെയാണ് അദ്ദേഹത്തെ പാനലിൽ കണ്ടത്. ഏതായാലും വളരെ വളരെ നന്നായി. അതാണ് എൻ്റെ ഒരു ഓപ്പണിംഗ് റിമാർക്ക്.